കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് നേരത്തെ വനമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഔദ്യോഗികമായി വനംവകുപ്പിന്റെ തീരുമാനവും വരികയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമാണ്. മനുഷ്യജീവനെടുത്ത നരഭോജി കടുവ എന്ന നിലയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുക എന്ന തീരുമാനത്തിൽ വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. പക്ഷേ ജനരോഷം അത് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ജനരോഷം ഇരമ്പുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം പലയിടത്തും ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പഞ്ചാരക്കൊല്ലിയിലാണ് തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ആദിവാസി സ്ത്രീയെ കടുവ കടിച്ച് കൊന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാനന്തവാടിയിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത്. വനം പോലീസ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാകുന്നു, ഉന്തും തള്ളുമുണ്ടാകുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് എന്നാണ് കമൽ നൽകുന്ന വിവരം. മന്ത്രി OR കേളുവും അവിടെയുണ്ട്. പക്ഷേ നാട്ടുകാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പ്രിയദർശിനി എസ്റ്റേറ്റിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അതിൻ്റെ ഓഫീസ് കോമ്പൗണ്ടിലെ ഗേറ്റ് പൂട്ടി വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. വയനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ശാശ്വതമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന പ്രതിഷേധം കഴിഞ്ഞ കുറേ കാലം ഉണ്ട്. ആ വികാരം നേരത്തെയും പല ഘട്ടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രകടിപ്പിച്ചതുമാണ്. വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. വലിയ അനാസ്ഥ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കടുവയെ വെടിവെച്ച് കൊല്ലും എന്ന ഒരു തീരുമാനത്തിലേക്ക്, ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്.